Good morning all. Cost accounting inde second chapter cost classification and elements of costing inde രണ്ടാമത്തെ ടോപ്പിക് ആണ് നമ്മൾ എടുക്കുന്നത്. That is cost unit എന്താണ്, cost center എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ കോസ്റ്റ് യൂണിറ്റ് എന്താണ്, കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു, പലതരത്തിലുള്ള കോസ്റ്റിംഗിന്റെ അതിന്റെ ടൈപ്സ് നമ്മൾ പറഞ്ഞു ഇല്ലേ. ദെൻ ഇനി അതിൽ വരുന്നതാണ് കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് പറയാം, അത് കിലോഗ്രാം ആവാം. നമുക്ക് പറയാം ഇത്ര രൂപ, ഒരു കിലോക്ക് ഇത്ര രൂപ, അല്ലെങ്കിൽ ഒരു ടണ്ണിന് ഇത്ര രൂപ, ഒരു ലിറ്ററിന് ഇത്ര രൂപ. ദാറ്റ് ഈസ് പെർ ലിറ്റർ. നമ്മൾ കോസ്റ്റ് കണക്കാക്കുന്നത് അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ പെർ നമ്പർ ആയിരിക്കും. അങ്ങനെ നമ്മൾ പറയുന്ന ഈ പെർ നമ്പർ അല്ലെങ്കിൽ പെർ കിലോഗ്രാം എന്ന് പറയുന്ന ഇതിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ക്ലിയർ? നമ്മൾ പറയുന്നത് കോസ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആൻഡ് അസർട്ടൈൻഡ്. എങ്ങനെയാണോ കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ദെൻ അത് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു. അത് ചിലപ്പോൾ കിലോഗ്രാം ആയിരിക്കാം, നേരത്തെ പറഞ്ഞ ഏത് യൂണിറ്റിലും നമുക്ക് പറയാം. ഓക്കെ, ദെൻ ഡെഫിനിഷൻ ഫോർ കോസ്റ്റ് യൂണിറ്റ്, that is a unit of quantity of product, service or type or a combination of these in relation to which cost may be ascertained or expressed. നമ്മൾ ഏത് കോസ്റ്റ് അസർട്ടൈൻ ചെയ്താലും എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ സർവീസിന്റെ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. സർവീസ് ആണെങ്കിൽ നമുക്ക് കിലോഗ്രാം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഇല്ലല്ലോ. നമുക്ക് ചിലപ്പോൾ സർവീസ് എന്ന് പറയുന്നത് ഇപ്പോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറാണ്, അവരുടെ യൂണിറ്റ് എന്ന് പറയുന്നത് പെർ പേഷ്യന്റ് ആണ്. ഹോസ്പിറ്റൽ ആണെങ്കിൽ പെർ ബെഡ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ടൈം ആയിരിക്കും. ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈമിന് നമ്മൾ കോസ്റ്റ് വരുന്നതുണ്ട്. ടൈമിന് കോസ്റ്റ് വരിക, നമുക്ക് ഒരു സർവീസ് ആണ് ലെക്ചറിങ്, നമുക്ക് ടീച്ചിങ് എന്ന് പറയുന്നത് പെർ അവർ ആണ് നമ്മൾ ക്യാഷ് കൊടുക്കുക ഇല്ലേ. അപ്പൊ നമുക്ക് പെർ സെക്കൻഡ്, പെർ മിനിറ്റ്, അതേപോലെ തന്നെ പെർ അവർ, ഇങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് പെർ ഡേ. ഇതൊക്കെയാണ് ടൈമിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആവാം, ലിറ്റർ ആവാം, അല്ലെങ്കിൽ നമ്പേഴ്സ് ആവാം, ബാച്ച് ആവാം. അപ്പൊ ഇങ്ങനെ പ്രോഡക്റ്റിന്റെയോ സർവീസിന്റെയോ ടൈമിന്റെയോ അല്ലെങ്കിൽ എല്ലാത്തിന്റെയും കോമ്പിനേഷൻ ഉണ്ടാവും. നമുക്ക് ഒരു സ്ഥാപനത്തിൽ തന്നെ ഇതിന്റെ എല്ലാം കോമ്പിനേഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ അസർട്ടൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ്. ഓരോ ഇൻഡസ്ട്രിയിൽ വരുന്ന കോസ്റ്റ് എന്തൊക്കെയാണ്, പ്രോഡക്റ്റ്, അതിനെ എങ്ങനെയാണ് കോസ്റ്റ് യൂണിറ്റ് കണക്കാക്കുക എന്നുള്ളത് നോക്കാം. ഒക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇതില് ഓരോ ഇൻഡസ്ട്രിയില്, സിമെന്റ് ഇൻഡസ്ട്രി ആണെങ്കിൽ പെർ ടൺ ആണ് കണക്കാക്കുക, അല്ലെങ്കിൽ പെർ ബാഗ്, നമ്മളൊരു ചാക്ക് എന്ന് പറയില്ലേ, സിമെന്റ് ഒരു ചാക്ക്, അങ്ങനെ കണക്കാക്കുക, അല്ലെങ്കിൽ അത് ടണ്ണിൽ കണക്കാക്കും. ഷുഗർ ആണെങ്കിൽ പെർ ടൺ ആണ്. ടെലിവിഷൻ ആൻഡ് റേഡിയോ ആണെങ്കിൽ പെർ സെറ്റ് ആണ്. ഒരു സെറ്റിന് ഇത്ര രൂപ എന്നുള്ളതാ പറയാ, അല്ലെങ്കിൽ നമ്പർ ആയിട്ട് വരും. പെയിന്റ് ആണെങ്കിൽ പെർ ലിറ്റർ ഓ ഗാലൻ. ഗാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ലിറ്റർ പോലെ തന്നെ ഒരു അളവുള്ളതാണ്. അത് 3 ലിറ്റർ 4 ലിറ്റർ അങ്ങനെ ഓരോ രാജ്യത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മളെ ഇന്ത്യയിലൊന്നും ഗാലൻ വരാറില്ല, ലിറ്റർ, ടണ്ണ് ഇങ്ങനെയൊക്കെയാ വരാറ്. ഓക്കെ, ദെൻ കെമിക്കൽസ് ആണെങ്കിൽ ലിറ്റർ ആവാം, കിലോഗ്രാം ആവാം, ടൺ ആവാം, ഗാലൻ ആവാം. ഓട്ടോമൊബൈൽ ആണെങ്കിൽ പെർ നമ്പർ ആണ്, ഇത്ര എണ്ണം എന്നുള്ളതാണ്. മൈൻസ്, നമുക്ക് കൽക്കരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ടണ്ണിലാണ് പറയാ. ടിമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിന്റെ കാര്യങ്ങളൊക്കെ ക്യൂബിക് ഫുട്ട് എന്ന് പറയാം. ക്യൂബിക്കിന് എത്രയാന്നുള്ളതാണ് നമ്മൾ പറയാ. ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ അവിടെ നമുക്ക് അവിടെ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് പെർ മീറ്ററോ അല്ലെങ്കിൽ പെർ യാർഡോ ആയിരിക്കും. ഇലക്ട്രിസിറ്റി ആണെങ്കിൽ കിലോ വാട്ട് അവർ ആണ്. ട്രാവൽ ആണെങ്കിൽ, ട്രാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്ന, ട്രാൻസ്പോർട്ടിൽ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് ട്രാവലിനോ, ഒന്ന് ചരക്ക്. അതാണ് ചരക്കിന് പറയുന്നതാണ്, അതായത് നോൺ ട്രാൻസ്പോർട്ട് അതിൽ വരുന്നതാണ് ട്രാവൽ. നമ്മൾ യാത്ര ചെയ്യുന്ന ആ ഒരു വാഹനത്തിന്റെ കാര്യമാണെങ്കിൽ പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ എന്നുള്ളതാണ്. നമുക്കറിയാലോ, ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അറിയാം
എത്ര ആളെന്നുള്ളത് ചോദിക്കും, അതേപോലെ തന്നെ ഏത് സ്ഥലത്തേക്കാന്നുള്ളതും ചോദിക്കും. എത്ര ആൾക്ക് എത്ര കിലോമീറ്ററിന് എത്ര ക്യാഷ് എന്നുള്ളതാണ് അവിടെ വരിക. ഇനി ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ഇപ്പോൾ 10 കിലോമീറ്റർ, ഇനി ചരക്ക് വാഹനങ്ങളാണെങ്കിൽ 10 കിലോമീറ്റർ ആണ്. അതായത് 10 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് അതിന്റെ ഭാരം ഉള്ളത് അത് അതിന്റെ കിലോമീറ്റർ വെച്ച് കണക്കാക്കിയിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഹോസ്പിറ്റൽ ആണെങ്കിൽ പെർ പേഷ്യന്റ് പെർ ഡേ, ഒരു ദിവസത്തിൽ എത്ര പേഷ്യന്റ് എന്നുള്ളതാണ്. ഹോട്ടൽ ആണെങ്കിൽ പെർ കപ്പ് പെർ മീല്, ഒരു ആഹാരത്തിനാണ് നമ്മൾ ഭക്ഷണത്തിന്റെ ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോട്ടലില് കോസ്റ്റ് യൂണിറ്റിനെ കണക്കാക്കുന്നത്. ഓക്കെ, ഇനി കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, മെഷർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അത് ഒരു ലെങ്തോ അല്ലെങ്കിൽ വെയിറ്റിന്റെ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അതിന് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്നാണ് പറയുക. അത് പെർ ടൺ, പെർ കിലോഗ്രാം, പെർ ലിറ്റർ, ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് പറയുന്നത്. ദെൻ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് ഉണ്ട്. അതായത് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റിന്റെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയാ, കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പേഷ്യന്റ് പെർ ഡേ. പേഷ്യന്റ് ഡേ, അതായത് പെർ ഡേ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കോസ്റ്റ് ആണ്, പെർ പേഷ്യന്റ് എന്ന് പറയുന്നത് സിമ്പിൾ കോസ്റ്റ് ആണ്. ദെൻ the combination of these two, patient day, then 10 kilometer. 10 kilometer എന്ന് വെച്ച് കഴിഞ്ഞാൽ per ton എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, per kilometer എന്ന് പറഞ്ഞാൽ അതൊരു സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആണ്. then the combination of these two, okay, 10 kilometer, passenger kilometer, ഇതൊക്കെയാണ് നമുക്ക് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. then കോസ്റ്റ് സെന്റർ. കോസ്റ്റ് സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് യൂണിറ്റ് നമ്മൾ പറഞ്ഞു, യൂണിറ്റ് കണക്കാക്കുന്നതാണ് എന്നുള്ളത് പറഞ്ഞു ഇല്ലേ. ദെൻ കോസ്റ്റ് സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ the unit of the organization in respect of which a manager is responsible for cost under his control. ഏത് സ്ഥാപനത്തിനാണോ നമ്മൾ കോസ്റ്റ് കണക്കാക്കുന്നത് അതിനെയാണ് നമ്മൾ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. ഇപ്പൊ കോസ്റ്റ് സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടെലിവിഷന്റെ കാര്യം ഇല്ലേ, ടെലിവിഷന്റെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, പെർ സെറ്റ് ആയിരുന്നു. പക്ഷെ ആ ടെലിവിഷൻ ഉണ്ടാക്കുന്ന ഓർഗനൈസേഷന് വേണ്ടിയാണ് നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോസ്റ്റ് സെന്റർ. ഓക്കെ, ഇപ്പൊ നമ്മുടെ കോളേജിന് വേണ്ടിയാണ്, നമ്മൾ കോളേജിൽ വരുന്ന കോസ്റ്റ് ആണ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കോളേജ് എന്താണ്, കോസ്റ്റ് സെന്റർ ആണ്. Then definition for cost center: a location, person or item of equipment or group of these for which cost may be ascertained and used for the purpose of cost control. നമ്മൾ അതെന്തായിരിക്കാം, കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത് എന്തായിരിക്കാം, ഒരു ലൊക്കേഷൻ ആവാം. ആ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കോൺട്രാക്ട് എടുക്കുകയാണെങ്കിൽ എന്താണ്, അതൊരു ലൊക്കേഷൻ ആണ്. ഒരു ലൊക്കേഷനിലാണ് നമ്മളത് കോൺട്രാക്ട് എടുക്കുന്നത്, റോഡ് പണിയാണ്, നമുക്കത് ലൊക്കേഷനാണ്. ദെൻ പേഴ്സൺ ആവാം. ചിലപ്പോൾ പേഴ്സണിന് നമ്മൾ കോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, എംപ്ലോയീസ് ഉള്ള ഒരു സ്ഥാപനമാണ്. ദെൻ അത് എക്യുപ്മെന്റ്, ഒരു മെഷീന്റെ കോസ്റ്റ് ആണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ദീസ്. നമുക്ക് ചിലപ്പോൾ ചില സ്ഥാപനങ്ങളിൽ എന്തൊക്കെ ഉണ്ടാവാം, ലൊക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ ഉണ്ടാവും, പേഴ്സൺ ഉണ്ടാവാം, അല്ലെങ്കിൽ എക്യുപ്മെന്റ് ഉണ്ടാവാം. ഇതിന് വേണ്ടി കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ടോ, ആ ഒരു ലൊക്കേഷനോ പേഴ്സണോ അല്ലെങ്കിൽ എക്യുപ്മെന്റിനെയാണ് നമ്മൾ കോസ്റ്റ് സെന്റർ എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ നേരത്തെ നമ്മൾ ഒരുപാട് തരത്തിലുള്ള കോസ്റ്റ് നമ്മൾ പറഞ്ഞു. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞു. ഈ മെറ്റീരിയൽ കോസ്റ്റ് ഒരു സ്ഥാപനത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ആ സ്ഥാപനമാണ് കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. ദെൻ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ അതില് എന്താ ഉണ്ടായിരിക്കുക, ഒരു കമ്പനി ആയിരിക്കും, ആ കമ്പനിയാണ് കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് കോസ്റ്റ് സെന്റർ. ടൈപ്സ് ഓഫ് കോസ്റ്റ് സെന്ററിൽ വരുന്നതാണ് ഓപ്പറേഷൻ കോസ്റ്റ് സെന്റർ. ഓപ്പറേഷൻ കോസ്റ്റ് സെന്ററിൽ എന്തൊക്കെയാ വരിക, അവിടെ എന്തൊക്കെയാ ഉണ്ടാവുക എന്നുള്ളത് നോക്കിയാൽ മതി. അവിടെ എന്തൊക്കെയാ ഉണ്ടാവുക, മെഷീൻസ് ആൻഡ് or persons carrying out similar operations. അതായത് ഒരേപോലെ പണിയെടുക്കുന്ന, ഒരേ തരത്തിലുള്ള ജോലി വരുന്ന
കോസ്റ്റ് സെന്ററിനെയാണ് ഓപ്പറേഷൻ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. ഒരേപോലെയുള്ള മെഷീൻസ് ആയിരിക്കും, ഒരേപോലെയുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും അവിടെ വരുന്നത്. ദെൻ പ്രോസസ് കോസ്റ്റ് സെന്റർ. പ്രോസസ് കോസ്റ്റ് സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ വരുന്നത്? എ സ്പെസിഫിക് പ്രോസസ് ഓർ എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ഓപ്പറേഷൻ ഈസ് കാരിഡ് ഔട്ട്. ചിലപ്പോൾ എന്തായിരിക്കും? ഒരുപോലെയുള്ള പ്രോസസ് ആയിരിക്കും, വ്യത്യാസങ്ങളൊന്നും വരാതെ ഒരേപോലെയുള്ള പ്രോസസ് ആയിരിക്കും. അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്ന് കിട്ടും. നമ്മൾ ഒന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കയർ ഉണ്ടാക്കുക എന്നുള്ളത്. കയർ ഉണ്ടാക്കാൻ നമുക്ക് പല പ്രോസസ്സിലൂടെ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്രോസസ് കോസ്റ്റ് സെന്റർ. ദെൻ പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റർ. ഇനി റെഗുലർ ആയിട്ട് പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനീസ് ഒക്കെ ആണെങ്കിൽ ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റർ. Then personal cost center. Personal cost center എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടായിരിക്കുക? പേഴ്സൺസ് ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ് അവിടെ ഉണ്ടായിരിക്കുക. ആ സെന്ററിൽ, ആ കോസ്റ്റ് സെന്ററിൽ ഉണ്ടായിരിക്കുക അതാണ്. കാരണം എന്താ വെച്ചാൽ ഡിപ്പാർട്ട്മെന്റൽ ഫോർമർ, സെയിൽസ്മാൻ, സൂപ്പർവൈസർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ ഒരു കോസ്റ്റ് സെന്ററില് HR ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എന്തിലാണ് വരിക? പേഴ്സണൽ കോസ്റ്റ് സെന്ററിലാണ് വരിക. ഹ്യൂമൻ റിസോഴ്സിന്റെ ഈ സൈഡല്ല, പേഴ്സണൽ കോസ്റ്റ് സെന്ററിലായിരിക്കും വരിക. Then the last one, impersonal cost center. ഇതല്ലാതെ നമ്മൾ മനുഷ്യരല്ലാതെ വർക്ക് ചെയ്യുന്ന വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അതെന്താണ്? അവര് വരുന്നതാണ് എക്യുപ്മെന്റ്സ് ഇല്ലേ, മെഷീൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിലാ വരുന്നത്? നമുക്ക് ഇംപേഴ്സണൽ കോസ്റ്റ് സെന്ററിൽ മനുഷ്യര് മാത്രമല്ല, മനുഷ്യരെ കൊണ്ട് മനുഷ്യർ മൂലം വർക്ക് ചെയ്യുന്ന കുറെ സാധനങ്ങൾ വേറെ ഉണ്ട്. അതാണ് മെഷീൻസ് ഇല്ലേ, എക്യുപ്മെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ടൂൾസ്, ഇതൊക്കെ അതിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു കാര്യം അതാണ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ടൂൾസും മെഷീൻസും ഒക്കെ വരുന്നത് ദാറ്റ് ഈസ് നോൺ ആസ് ഇംപേഴ്സണൽ കോസ്റ്റ് സെന്റർ. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കേണ്ടത് എന്താ? എന്തിനു വേണ്ടിയാണ്, ഏത് സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏത് മനുഷ്യന് വേണ്ടി, അതാണ് നമ്മളിവിടെ പേഴ്സൺ എന്ന് പറയുന്നത്. ഏത് വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഏത് ലൊക്കേഷന് വേണ്ടിയാണോ നമ്മൾ കോസ്റ്റ് ഉണ്ടാക്കുന്നത്, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്, കണക്കാക്കുന്നത്, അതിനെയാണ് കോസ്റ്റ് സെന്റർ എന്ന് പറയുക. ദെൻ കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുക. ഓക്കെ. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് സെന്റർ ആൻഡ് കോസ്റ്റ് യൂണിറ്റ്. എന്താണ് കോസ്റ്റ് സെന്ററും കോസ്റ്റ് യൂണിറ്റും തമ്മിലുള്ള വ്യത്യാസം? ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്, കോസ്റ്റ് സെന്റർ എന്താണ്? സെഗ്മെന്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ, അതായത് ഒരു സ്ഥാപനത്തിന്റെ ഒരു ഭാഗമാണ്. അതായത് അവിടെ എന്ത് വരുന്നുണ്ട്? കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ്. അവിടെ പലതരത്തിലുള്ള കോസ്റ്റ്, അതിങ്ങനെ കോസ്റ്റ് വർദ്ധിച്ചുകൊണ്ട് വരികയാണ് ഇല്ലേ? നമ്മളൊരു സ്ഥാപനം വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണ്ടേ? കോസ്റ്റ് അവിടെ അക്യുമുലേറ്റ് ചെയ്യണ്ട. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാണ് കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. തന്നെ അത് കോസ്റ്റ് യൂണിറ്റ് ആണെങ്കിലോ അത് മെഷർമെന്റ് ആണ്. നമ്മൾ ഇവിടെ കോസ്റ്റ് വരുന്നുണ്ട്, അതിന് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. Then moving to the second difference, that is cost center എന്ന് പറയുന്നത് എന്താണ്? Used for accumulation and control of cost. നമ്മളവിടെ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മളിവിടെ കോസ്റ്റ് സെന്റർ ക്രിയേറ്റ് ചെയ്യുന്നത്? അവിടെ അക്യുമുലേഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ അക്യുമുലേഷൻ എന്തായാലും ഓൾറെഡി നമുക്ക് ഉണ്ടാവും ഇല്ലേ? അതങ്ങനെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ കോസ്റ്റ് കൂടുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കോസ്റ്റ് കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന, അതേപോലെ തന്നെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഈ ഒരു സെന്റർ ആണ് കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് യൂണിറ്റ് ആണെങ്കിലോ, കോസ്റ്റ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസർട്ടൈൻ കോസ്റ്റ്, എത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മള് കോസ്റ്റ് യൂണിറ്റ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നു. കോസ്റ്റ് യൂണിറ്റ് വെച്ച് ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കോസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആദ്യം കഴിഞ്ഞ ആഴ്ച നമുക്ക് 1 ലിറ്ററിന് 10 രൂപയായിരുന്നു, ഇപ്പൊ ലിറ്ററിന് എന്തായി? 11 രൂപയായി. അവിടെ അസർട്ടൈൻ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത് കോസ്റ്റ് യൂണിറ്റ് വെച്ചിട്ടാ, 11 per ലിറ്റർ എന്ന് പറയാം. ഓക്കെ. ദെൻ മൂന്നാമത്തെ ഡിഫറൻസ് പറയുന്നത് ഡിഫറെന്റ് കോസ്റ്റ് സെന്റേഴ്സ് മേ ബി ഇൻവോൾവ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിലെ ഡിഫറെന്റ് ആയിട്ടുള്ള കോസ്റ്റ് സെന്റേഴ്സ് അവിടെ ഇൻവോൾവ് ചെയ്യും
ഇല്ലേ? അവിടെ ഇൻവോൾവ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം. ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അവിടെ എംപ്ലോയീസ് വരും, പേഴ്സൺസ്. അത് നമുക്ക് എന്താണ്? പേഴ്സണൽ കോസ്റ്റ് സെന്റർ പറഞ്ഞില്ലേ? അവിടെ എംപ്ലോയീസ് വരുമ്പോൾ പേഴ്സണൽ കോസ്റ്റ് സെന്റർ ആയി. അത് മാത്രമല്ലല്ലോ, അവിടെ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഇംപേഴ്സണൽ വന്നു. ദെൻ അവിടെ പ്രൊഡക്ഷൻ വരും, നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ വരും. അപ്പൊ ഇങ്ങനെ കോസ്റ്റ് സെന്ററിൽ നമുക്ക് എന്ത് വരാം? ഡിഫറെന്റ് ആയിട്ടുള്ള കോസ്റ്റ് സെന്റർ വരാം. ദെൻ കോസ്റ്റ് യൂണിറ്റ് ആണെങ്കിലോ, കോസ്റ്റ് യൂണിറ്റിന് ഓൺലി വൺ കോസ്റ്റ് യൂണിറ്റ് ഉണ്ടാവുള്ളൂ. അത് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആവാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് ആയിരിക്കാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും വരുള്ളൂ, രണ്ടും കൂടി വരില്ല. സിമ്പിളും കോമ്പൗണ്ടും കൂടി വരില്ല, നമുക്ക് ഒന്നേ വരുള്ളൂ. ദെൻ കോസ്റ്റ് സെന്റേഴ്സിന്റെ നാലാമത്തെ ഡിഫറൻസ് പറയാം. കോസ്റ്റ് സെന്റേഴ്സ് ക്രിയേറ്റഡ് ഫോർ അസിസ്റ്റിംഗ് ദ മാനേജ്മെന്റ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ബഡ്ജറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. മെയിൻ ആയിട്ട് ബഡ്ജറ്റിംഗിനും അതേപോലെ തന്നെ കൺട്രോളിംഗ് നടത്താനാണ് മെയിൻ ആയിട്ട് കോസ്റ്റ് സെന്റേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാലേ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. കോസ്റ്റ് കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ബഡ്ജറ്റിംഗ് ഒക്കെ നടത്തുന്നതിനാ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനാണ്. ഓക്കെ, ദെൻ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആവശ്യത്തിനല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ദെൻ ദ ലാസ്റ്റ് ഡിഫറൻസ്, കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത് എന്താണ്? അതെന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ നേച്ചർ എങ്ങനെയാണ്, അതിന് എന്തൊക്കെ തരത്തിലുള്ള ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്, ദെൻ ഓർഗനൈസേഷൻ അതിന്റെ സൈസ് എത്രയുണ്ട്, സ്മോൾ സൈസ് ആണോ ലാർജ് സൈസ് ആണോ, ദെൻ സ്ട്രക്ചർ എങ്ങനെയാണ്, അതായത് കൂടുതൽ എംപ്ലോയീസ് ആണോ അതോ കൂടുതൽ മെഷീൻസ് ആണോ എന്നുള്ളത്. അപ്പൊ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്തിന് വ്യത്യാസങ്ങൾ വരുന്നു? നമുക്ക് കോസ്റ്റ് സെന്റർ ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസങ്ങൾ വരും. ഏത് കോസ്റ്റ് സെന്റർ ആണ് അവിടെ കൂടുതൽ വരുന്നത് എന്നുള്ളത്. ദെൻ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കോസ്റ്റ് യൂണിറ്റ്, അതിൽ കോസ്റ്റ് വരുന്നത് എന്തിനനുസരിച്ചാണ്? ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെയുള്ളതാണ്, ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെയാണ്, അതിന്റെ ട്രേഡ് പ്രാക്ടീസ് എങ്ങനെയാണ്, അതിന് നല്ല സെയിൽ ഉണ്ടോ, അതിനനുസരിച്ചാണ് എന്ത് വരുന്നത്? കോസ്റ്റ് യൂണിറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കോസ്റ്റ് സെന്ററും കോസ്റ്റ് യൂണിറ്റ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യാം, അതിന് കോണ്ടാക്ട് ചെയ്യൂ കേട്ടോ.